നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഈ ദുനിയാവിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട 3 വസ്തുക്കളെ പ്രവാചകർ എണ്ണുന്നുണ്ട്. അതിലൊന്ന് തന്റെ പ്രിയപ്പെട്ടതാകുന്ന ഇണകളോടൊപ്പമുള്ള ജീവിതമാണ്. قال رسول الله صلى الله عليه وسلم حبب إلي من دنياكم 3 أمور. നിങ്ങളുടെ ഈ ദുനിയാവിൽ നിന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാകുന്ന 3 വസ്തുക്കളുണ്ട്. ഒന്ന് അത്വീബു, സുഗന്ധമാണ്, സുഗന്ധമാണ്. രണ്ടാമത്തത് വന്നിസാഉ, ഭാര്യമാരാണ്, ഇണകളാണ്. മൂന്നാമത്തത് വഖുറത്തു ഐനി ഫിസ്സലാ, നിസ്കാരത്തിൽ കൺകുളിർമയാകലാണെന്നും നബിയുനാ റസൂലുള്ളാഹി. 3 വസ്തുക്കളെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ദുനിയാവിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതാകുന്ന വസ്തുക്കളായി എണ്ണി. കോടാനു വസ്തുക്കളുള്ള ഈ ദുനിയാവിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂലിന് ഏറ്റവും പ്രിയപ്പെട്ടതാകുന്ന വസ്തുക്കളെ എണ്ണുകയാണ്. ഒന്ന് സുഗന്ധമാണ്, സുഗന്ധമാണ്. ഹബീബായ നബി തങ്ങളുടെ തിരുസുന്നത്തുകളെ ജീവിതത്തിൽ ഹയാത്താക്കുന്ന പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, ഔലിയാക്കളുടെ ഓരം ചേർന്ന് നിൽക്കുന്നതായ സഹോദരിമാർ, പഠിച്ചു വെക്കേണ്ട പാഠമാണ്, പാഠമാണ്. അല്ലാഹുവിന്റെ റസൂലിന് ഈ ദുനിയാവിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതായ വസ്തു ഒന്ന് സുഗന്ധമാണ്, സുഗന്ധമാണ്. രണ്ടാമതായി നബി തങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു വന്നിസാഉ, എന്റെ പ്രിയപ്പെട്ടതാകുന്ന ഇണകളാണ്, എന്റെ ഭാര്യമാരോട് എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ്, ഇഷ്ടമാണ്. ഭാര്യമാരെ വല്ലാത്ത പ്രിയം സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 3 നബിതങ്ങൾ എണ്ണി. എപ്പോഴും ഭാര്യയോടൊപ്പം തന്നെ കൂടുക എന്നല്ല. നിസ്കാരത്തിന് ബാങ്ക് കൊടുത്താൽ എനിക്ക് നിസ്കാരം ഏറ്റവും മർമ്മപ്രധാനമാണ്. അതുകൊണ്ട് വഖുറത്തു ഐനി ഫിസ്സലാ, മൂന്നാമത്തെ വസ്തു നിസ്കാരത്തിൽ കൺകുളിർമയാകലാണ്. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. ഇത് നമ്മളും ഇഷ്ടപ്പെടണം. പ്രിയമുള്ളവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാകുന്ന ഈ ഒരൊറ്റ ഹദീസ് തന്നെ വെച്ചുകൊണ്ട് സംസാരിക്കുക. നമ്മുടെ ജീവിതത്തിലും ഈ 3 വസ്തുക്കളെ നമ്മൾ ഇഷ്ടപ്പെട്ടാൽ ദുനിയാവ് നമ്മുടെ കൈവെള്ളയിൽ കിട്ടും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒന്നാമതായി സുഗന്ധം, നല്ല അത്തർ. അത് ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റാണ്. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വെവ്വേറെയാണ്. ചില സാധനങ്ങളൊക്കെ അത്രയൊക്കെ അടിച്ചുകൊണ്ട് വന്നാൽ പെണ്ണുങ്ങൾ ഇറങ്ങി ഓടും. പിന്നെ നമ്മളോടൊപ്പം അടുത്ത് നിൽക്കൂല. ജന്നാത്തുൽ ഫിർദൗസ് ഒക്കെ പോലെയുള്ള ഐറ്റം കേൾക്കുമ്പോൾ സ്വർഗ്ഗമെന്ന് ഓർക്കും. പക്ഷെ ഇത് അടിച്ചുകൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ മയ്യത്തിനടിക്കുന്ന സാധനമായിരിക്കും. സംഭവം പെണ്ണുങ്ങൾ പുറകു വഴി ഇറങ്ങി പോകാൻ അത് മാറണം. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. അപ്പൊ നല്ല സുഗന്ധമുണ്ട്, നല്ല അത്തറുകൾ. അത് ഏതാണോ ഇഷ്ടമുള്ളത് അവർക്ക് കൂടി ഇഷ്ടപ്പെടുന്ന നല്ല പ്രിയമുള്ളതാകുന്ന അത്തർ വാങ്ങി നമ്മൾ അത് ഉപയോഗിക്കാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അവർക്ക് വേണ്ടി മാത്രമല്ല, എപ്പോഴും നമ്മുടെ ശരീരത്തിൽ എപ്പോഴും നല്ല സുഗന്ധം ഉണ്ടാവണം. അത്തർ എപ്പോഴും ഒരു ചെറിയ ഒരു കുപ്പിയിലാക്കിയെങ്കിലും നമ്മുടെ പോക്കറ്റിൽ എപ്പോഴും ഉള്ളത് നല്ലതാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അത് നബി തങ്ങൾ പ്രിയം വെച്ചതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ നിങ്ങൾ, അറബികളെ അവർക്ക് കിട്ടുന്നത് ഒരു 100 റിയാലാണ് ഉദാഹരണം. അതിലൊരു 70 റിയാലോളം അവർ ചെലവഴിക്കുന്നത് ഇത്തരത്തിലുള്ള സുഗന്ധങ്ങൾ വാങ്ങാനാണ്. നമ്മുടെ നാട്ടിൽ കിട്ടുന്നതാകുന്ന ബുഹൂറുകൾ ഏറ്റവും കൂടുതൽ പുകച്ചു തീർക്കുകയും ഏറ്റവും അതുമായി ആസ്വദിക്കുകയും ചെയ്യുന്നത് അറബികളുടെ വീടുകളും അവരുടേതാകുന്ന കമ്പനികളുമാണ്. നമ്മൾ ഈ ബുഹൂർ കൊണ്ടുവന്ന് അലമാരിൽ വെച്ചിരിക്കുക. അള്ളാഹു മഹ്ലൂക്കിന് കൊടുക്കുകയില്ല, സ്വന്തമായി ഉപയോഗിക്കുകയില്ല. അള്ളാഹു നമ്മുടെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. നമ്മുടെ ഈ സദസ്സിലുള്ള സാദാത്യങ്ങൾ, ഉലമാക്കൾ, ഉമറാക്കൾ, അവരെയൊക്കെ സന്തോഷിപ്പിക്കുവാൻ ഒരു ഉസ്താദിന് കൊണ്ടുവന്ന് ഹദിയ കൊടുക്കാൻ ഏറ്റവും നല്ലതാണ് നല്ല സുഗന്ധം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. കാരണം അതാരും നിരസിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് സുഗന്ധം. അതുകൊണ്ടാണല്ലോ ഇന്ന് നമ്മൾ ഉംറ കഴിഞ്ഞ് വന്നാലും ഹജ്ജ് കഴിഞ്ഞ് വന്നാലും പ്രവാസികളായ സഹോദരങ്ങളും ഒക്കെ ആലിമീങ്ങളെ കാണാൻ പോകുമ്പോൾ, ഉസ്താദുമാർക്ക് പോകുമ്പോൾ ഒരു സുഗന്ധവുമായി പോകും. അത് അവർക്ക് മാത്രമല്ല, കുടുംബങ്ങൾക്ക്, ബന്ധുക്കൾക്ക്, സൗഹൃദ വലയങ്ങൾക്കൊക്കെ നൽകാൻ, കൈമാറാൻ ഉപകരിക്കുന്ന, ബന്ധങ്ങളെ ഊഷ്മളമാക്കാൻ ഉപകരിക്കുന്ന, ബന്ധങ്ങളെ ശാക്തീകരിക്കാൻ ഉപകരിക്കുന്ന ഏറ്റവും മഹനീയമായ ഒന്നാണ് സുഗന്ധം. നബിക്ക് ഏറ്റവും ഇഷ്ടമായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. കസ്തൂരിയേക്കാൾ സുഗന്ധം സ്വന്തം ശരീരത്തിൽ അടിച്ചു വീശിയിരുന്ന പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുഗന്ധത്തെ വല്ലാതെ പ്രിയം വെക്കുകയും അത് ഉപയോഗിക്കുകയും ചെയ്തിരുന്നു എന്ന് പറയുമ്പോൾ എത്രത്തോളമാണ് ആ ശരീരത്തിൽ അടിച്ചു വീശുന്ന സുഗന്ധം, അല്ലെങ്കിൽ നബി എത്രത്തോളം അതിനെ പ്രണയിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ പ്രവാചകർ പറയുന്നു, രണ്ടാമത് എനിക്ക് വലിയ ഇഷ്ടം എന്റെ ഭാര്യമാരാണ്. വന്നിസാഉ, എന്റെ ഭാര്യമാരോട് എനിക്ക് വല്ലാത്ത ഇഷ്ടമായിരുന്നു. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യുഖസ്സിസു ഔഖാതഹു ജുസ്അൻ ഫജുസ്ആ.
അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ ദിവസങ്ങളിലുള്ള സമയങ്ങളെ പ്രവാചകൻ പാർട്ടായി തിരിച്ചിരുന്നു. ലിസൗജാതിഹി, അവിടുത്തെ പ്രിയപ്പെട്ട ഇണകൾക്ക് വേണ്ടി സമയങ്ങളെ അല്ലാഹുവിന്റെ റസൂൽ ക്രമീകരിച്ചിരുന്നു. മുതആമിലൻ മഅഹുന്ന ബിൽ മവദ്ദതി വറഅഫാ വറഹ്മാ. ആ സമയങ്ങളിൽ അവരുമായി വളരെ സ്നേഹബന്ധത്തോടുകൂടി, വളരെ കരുണയോടുകൂടി, കൃപയോടുകൂടി അല്ലാഹുവിന്റെ റസൂൽ വർത്തിച്ചിരുന്നു എന്നും ഇമാമിങ്ങൾ രേഖപ്പെടുത്തുകയാണ്. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ വീണ്ടും ഉറപ്പെടുത്തുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ടതാകുന്ന ഇണകളുമായി സംസാരിക്കുന്നു, അവരോട് തമാശകൾ പറഞ്ഞിരുന്നു, അവരുടെ വാക്കുകൾ കേട്ടുകൊടുക്കാൻ ഇസ്തിമാ ചെയ്യാൻ സമയത്തെ കണ്ടെത്തിയിരുന്നു. അവരുടെ വാക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേൾക്കുമായിരുന്നു. ഇന്നത്തെ കുടുംബങ്ങളിൽ നഷ്ടപ്പെട്ടു പോയ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. ഭാര്യയുടെ സംസാരങ്ങൾ കേട്ടുകൊടുക്കാൻ ഭർത്താവ് സമയം കണ്ടെത്തുന്നില്ല. ഇത് വെക്കേഷൻ സമയങ്ങളിൽ കൂടുതൽ വേണം, അല്ലാത്ത ദിവസങ്ങളിലും വേണം. ഞാൻ പറയുന്നത് മക്കളോടൊപ്പം കൂടുതൽ ഇരിക്കാൻ, ഭാര്യയോടൊപ്പം കൂടുതൽ സംസാരിക്കുവാനൊക്കെ സമയം നമുക്ക് കണ്ടെത്താൻ ഉപകരിക്കുന്ന ഒരു സമയമാണ് ഈ വെക്കേഷൻ സമയം, ഈ വേനലവധി സമയം. കുറച്ച് കൂടുതൽ കിട്ടും. മറ്റേത് രാവിലെ മുതൽ അടുക്കളയിൽ ഭാര്യ തിരക്ക്, ഉമ്മമാർ തിരക്ക്, കുട്ടികൾക്ക് ഭക്ഷണം റെഡിയാക്കണം, ഭർത്താവിന് ഭക്ഷണം കൊടുത്തു വിടണം, വലിയ തിരക്കിന്മേലെ തിരക്കാണ്. ഭർത്താവ് രാവിലെ ജോലിക്ക് പോകുന്നു, മക്കൾ രാവിലെ ടിഫിൻ ബോക്സും ബാഗും ഒക്കെ റെഡിയാക്കി അവര് നേരെ സ്കൂളിലേക്കും പോകുന്നു. പിന്നെ പെണ്ണുങ്ങൾ അടുക്കളയിലുള്ള ജോലിയാണ്. ഉച്ചയ്ക്കുള്ള സാധന സാമഗ്രികൾ വെക്കണം, അതോടൊപ്പം തന്നെ തുണി വാഷ് ചെയ്യാനുണ്ട്, കഴുകിയിടണം, വീട് മുഴുവൻ തുടച്ച് വൃത്തിയാക്കണം. പലജാതി പണികളുമായി അവർ വീട്ടിനുള്ളിൽ തിരക്കാണ്. വൈകുന്നേരം കുട്ടികൾ വരുന്നു, മദ്രസ, സ്പെഷ്യൽ ക്ലാസ്സുകൾ, ട്യൂഷൻ ക്ലാസ്സുകൾ, അങ്ങനെ തിരക്കുകൾ ഏർപ്പെടുന്നു. ഭർത്താവ് രാത്രിയിൽ ജോലി കഴിഞ്ഞ് വരുന്നു, കുളിച്ച് ഫ്രഷായി ഭക്ഷണം കഴിച്ച് വിശ്രമിക്കുന്നു. നേരം വെളുക്കുന്നു, വീണ്ടും ഇതേപോലെ തന്നെ തദൈവ ജീവിതത്തിൽ അവരുടെ പ്രൊസീജിയറാണ്. ഒന്ന് പരസ്പരം ഇരുന്ന് സംസാരിക്കാൻ, കൂടിക്കാഴ്ച നടത്താൻ ഒരു 10 മിനിറ്റ് സമയമെങ്കിലും നമ്മൾ കണ്ടെത്തിയേ മതിയാവൂ മക്കളുമായി സംവദിക്കാൻ. കാരണം ഇതൊരു പുതിയ തലമുറയാണ്, ന്യൂ ജനറേഷനാണ്. പണ്ടത്തെ വാപ്പയുടേതാകുന്ന സ്വഭാവ രീതിയും അതൊന്നും, വാപ്പ വളരെ വിഷമത്തിലാണ്, ദുഃഖത്തിലാണെന്ന് മനസ്സിലാക്കുന്ന ഒരു പ്രകൃതമൊന്നും ഇന്നത്തെ തലമുറയ്ക്കില്ല. അവർ പുതിയതാകുന്ന ആളുകളെ തേടിക്കൊണ്ടു പോവാണ്. സ്നേഹം കിട്ടാതെ വരുമ്പോൾ സ്നേഹം അന്വേഷിച്ച് പുറംപോടികളെ തേടിക്കൊണ്ടു പോകുന്ന ഒരു യുഗത്തിലാണ് ഇന്നത്തെ യുവതലമുറയുള്ളത്. അതുകൊണ്ട് ഗിവ് ആൻഡ് ടേക്ക്, സ്നേഹം അങ്ങോട്ട് കൊടുക്കുകയും തിരിച്ചത് വാങ്ങിയെടുക്കാൻ വേണ്ടിയും രക്ഷിതാക്കൾ തയ്യാറാകണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് മക്കളോടൊപ്പം കുറച്ചു നേരം സമയം ചെലവഴിക്കണം, കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കണം. ഈ വേനലവധി സമയത്ത് ഈ മുത്തുപ്പാറ മക്കാമ് പോലെയുള്ള വിവിധങ്ങളാകുന്ന മക്കാമുകളിലേക്ക് നമ്മുടെ കുടുംബങ്ങളെ കൊണ്ടുവരാം. ഒരു സിയാറത്ത് പാക്കേജ്, മദ്രസകൾ നഷ്ടപ്പെടാതെ തന്നെ മദ്രസകൾ അവധിയുള്ളതാകുന്ന ദിവസങ്ങളെ തെരഞ്ഞെടുത്തുകൊണ്ട് കുടുംബവും ഒന്നിച്ചുകൊണ്ട് നല്ലൊരു യാത്ര പോകട്ടെ. മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു മക്കാമിന്റെ പരിസരത്തേക്ക് പോകാം, പാറപ്പള്ളി മക്കാമിലേക്ക് പോകാം, പാണത്തൂർ മക്കാമിലേക്ക് പോകാം. നമ്മുടെ ഈ കേരളക്കരയിൽ തന്നെ കാഞ്ഞങ്ങാട്, കാസർഗോഡ് ജില്ലയിൽ തന്നെ എത്ര മക്കാമുകളാണ് പരിസരങ്ങളിലുള്ളത്. ഓരോ മഖബറകൾ ഒരു സിയാറത്ത് തന്നെ ആകട്ടെ. ഇനി അത് അപ്പുറം നമ്മുടെ കുടുംബ ബന്ധങ്ങളെ ശാക്തീകരിക്കാൻ, കുടുംബങ്ങളെ പഠിപ്പിക്കാൻ ബന്ധു വീടുകളിലേക്ക് കൊന്നൊരു ബന്ധു സന്ദർശനം നടത്തട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇങ്ങനെ ഈ പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന ഈ സമയങ്ങളെ, വേനലവധി സമയങ്ങളെ വെറുതെ മൊബൈലിനെ അഡിക്റ്റാക്കി ഗെയിം കളിച്ച് വീടിന്റെ അകത്തളത്തിൽ തളച്ചിട്ട് കുറെ അതും കൊടുത്തോട്ട് മക്കൾക്ക് ജങ്ക് ഫുഡുകൾ കൊടുത്ത് വീട്ടിനുള്ളിൽ അടച്ചിട്ട റൂമിൽ കൊണ്ടുപോയി ഇരുത്താൻ പാടില്ല. അവരെ നമ്മൾ പുറത്തിറക്കണം, അവരുമായിട്ടൊരു ബന്ധം വരണം.